ബീഹാർ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. നിൽക്കുന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടാൻ ഒരു മടിയുമില്ലെന്ന് തെളിയിച്ച നിതീഷ് കുമാർ കസേരയിൽ നിന്നിറങ്ങാതെ ഭരിക്കുന്നൊരിടം. ഉറപ്പായും ഇക്കൊല്ലം മുഖ്യമന്ത്രി കസേര തിരിച്ചു പിടിച്ചിരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വാഗ്ദാനം നൽകി അധികാരം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ലാലുവും മകൻ തേജസ്വി യാദവും മറുവശത്ത്. ഇതിനെല്ലാം പുറമെയാണ് ബീഹാർ കുപ്രസിദ്ധമായിട്ടുള്ള രാഷ്ട്രീയ അഴിമതിയുടെ ഇനിയും തീരാത്ത ഏടുകളും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നത്. അതിനാൽ തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പാകുമ്പോഴും തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ ബീഹാർ ഓർമ്മിക്കാറുള്ളത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ബാബു എന്നറിയപ്പെടുന്ന ഡോക്ടർ ശ്രീകൃഷ്ണ സിൻഹയുടെ ജീവിതം ഒരുപക്ഷെ വർത്തമാനകാല ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു കെട്ടുകഥ പോലെ തോന്നിയേക്കാം. സത്യസന്ധതയുടെയും മനുഷ്യത്വത്തിന്റെയും മാതൃകയായ പൊതുപ്രവർത്തനത്തിനായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ബീഹാറിന്റെ ആദ്യ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. ജനങ്ങളുമായുള്ള ആത്മബന്ധമാണ് മറ്റുള്ള നേതാക്കളിൽ നിന്നും ശ്രീബാബുവിനെ വ്യത്യസ്തനാക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ ശ്രീബാബു സ്വന്തം നിലയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയിട്ടില്ലെന്നതാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ഒരു മത്സരത്തിൽ പോലും പരാജയത്തിന്റെ കൈപ്പുരുചി അറിഞ്ഞിട്ടില്ല. മുദ്രാവാക്യങ്ങളുടെയോ വാഗ്ദാനങ്ങളുടെയോ രൂപത്തിലല്ല അദ്ദേഹം ജനങ്ങളെ സമീപിച്ചിരുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള സേവനങ്ങളിലൂടെയും വ്യക്തിപരമായ അവരുമായി പുലർത്തിയിരുന്ന ബന്ധത്തിലൂടെയും ആയിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വന്തം കാര്യത്തിനായി അല്ലാതെ ആത്മാർത്ഥ ഒരു നേതാവ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ അവരുടെ വിശ്വാസവും പിന്തുണയും താനേ ഒപ്പം വരുമെന്ന് ശ്രീ ബാബു ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. 1961 ജനുവരി 31 അദ്ദേഹം മരണമടയുകയും ചെയ്തത്. 12 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മേശ അന്നത്തെ ഗവർണർ സക്കീർ ഹുസൈൻ, മുഖ്യമന്ത്രി ദീപ് നാരായൺ സിംഗ്, ജയപ്രകാശ് നാരായൺ, ചീഫ് സെക്രട്ടറി ബിമൽ കാന്ത് മജൂംദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുറക്കുമ്പോൾ 4 കവറുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 കവറുകളിലായി മൊത്തം 24,500 രൂപയുണ്ടായിരുന്നു. ഈ പണം ആർക്കൊക്കെ നൽകണമെന്ന് അദ്ദേഹം തരം തിരിച്ച് എഴുതി വച്ചിരിക്കുന്നു. 20,000 രൂപ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ 3,000 രൂപ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷാൻ ഉസർ മുനീമയുടെ കുടുംബത്തിനായിരുന്നു. 1,000 രൂപ മുൻമന്ത്രി മഹേഷ് പ്രസാദ് സിൻഹയുടെ മകളുടെ കല്യാണത്തിന് നൽകാനും ബാക്കി 500 രൂപ തന്റെ വേലക്കാരനും വേണ്ടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്വത്തോ പണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മിതവ്യായം, സുതാര്യത എന്നിവയുടെ സാക്ഷ്യപത്രമായിരുന്നു മേൽപ്പറഞ്ഞ സംഭവം. സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അധികാരത്തിൽ ഇരുന്നപ്പോൾ മകൻ ശിവശങ്കർ സിൻഹ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. 1957 ചില നേതാക്കൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മകനെ മത്സരിപ്പിക്കാൻ അനുവദിക്കാം, പക്ഷേ താൻ മത്സരിക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിച്ചാൽ മതിയെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ശ്രീ ബാബുവിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത നിലപാടുകളുടെ കൂടി ഒരു ആൾരൂപമായിരുന്നു ശ്രീ ബാബു. 1887 ഒക്ടോബർ 21 മുഗൾ ജില്ലയിലാണ് ശ്രീ ബാബു എന്ന വ്യക്തിത്വം ജനിക്കുന്നത്. ബീഹാർ കേസരി എന്നൊരു വിളിപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാട്ന കോളേജിൽ നിയമ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. 1916 ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജിൽ വെച്ച് മഹാത്മാഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം സ്വന്തം കരിയർ ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ബ്രിട്ടീഷുകാർ നിരവധി തവണ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിനും അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ശ്രീകൃഷ്ണ സിൻഹയായിരുന്നു ബീഹാറിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മരണം വരെ, അതായത് 14 വർഷം 314 ദിവസവും മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. ജമീന്ദാരി വ്യവസ്ഥകൾ ഉന്മൂലനം ചെയ്തതുൾപ്പെടെ നിരവധി പരിഷ്കരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.